നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തെക്കുറിച്ചാണ്. പാലക്കാട് ഷാഫി പറമ്പിലിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ 12,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പലതരത്തിലുള്ള പ്രാധാന്യമുണ്ട്. സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്കുള്ള വിജയമായി അത് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. എന്നും മാത്രമല്ല, BJP സംസ്ഥാനത്ത് വളരെ ചുരുക്കം മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക് ഈ നിലയ്ക്കുള്ള ഒരു റോൾ നിർവഹിക്കാനുള്ളത്, അല്ലെങ്കിൽ BJPക്ക് അടിവേരുകളുള്ളത്. ആ അടിവേരുകളൊക്കെ പിഴുതെറിഞ്ഞുകൊണ്ട് വിജയിക്കുന്നു എന്നതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുക ഈ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രൽ കരിയറിൽ ആദ്യമായി അദ്ദേഹം വിജയിക്കുന്നത് BJP അവരുടെ ശക്തി കേന്ദ്രത്തിൽ തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് എന്ന സവിശേഷത അതിനകത്തുണ്ട്. ഈ P. സരിനെ സ്ഥാനാർത്ഥിയാക്കുക വഴി തുടക്കം മുതൽ തന്നെ വളരെ അസാധാരണമായ ഡ്രമാറ്റിക്കായ നിലപാടുകൾ സ്വീകരിച്ച് അല്ലെങ്കിൽ വഴികളെടുത്ത് മുന്നോട്ട് പോയ CPIM-ന് LDF-ന് അങ്ങനെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം സ്ഥാനത്തേക്ക് വരിക എന്ന അവരുടെ മോഹം പോലും പൂവണിഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ടാം സ്ഥാനത്തുള്ള BJP-യേക്കാളുള്ള ഡിഫറൻസ് കുറയ്ക്കാൻ ഇത്തവണ പറ്റി. വോട്ടിനകത്തൊരു ചെറിയ വർധന ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ, കൺസോളിഡേഷൻസ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടായി? ഈ പറഞ്ഞ മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേഴ്സണൽ കരിസ്മ എന്തുമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്? രാഹുൽ ഷാഫിയുടെ സ്വന്തം ആളാണ് എന്ന് പറയുന്ന സംഗതി എന്തുമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്? ഏറ്റവും അവസാനത്തെ സന്ദീപ് വാര്യർ വിഷയങ്ങൾ, പത്രത്തിൽ വന്നിട്ട് പരസ്യമുണ്ടാക്കിയിട്ടുള്ള വാദങ്ങൾ, ഇതടക്കം ഏതൊക്കെ ഫാക്ടേഴ്സാണ് രാഹുലിന് ഇത്ര തിളക്കമുള്ള ഒരു വിജയം സമ്മാനിച്ചതെന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ആദ്യം. ദാവൂദ് സാഹിബിന് എന്താണ് തോന്നുന്നത്? ഇന്നത്തെ മൊത്തം ഫലം കാണുമ്പോൾ പാലക്കാട് എന്തൊക്കെ ഫാക്ടേഴ്സ് വർക്കായിട്ടുണ്ട്, എന്തൊക്കെ വർക്കായിട്ടില്ല എന്നാണ്? നമുക്ക് പാലക്കാട് ഇന്നലെ സംസാരിക്കാൻ ഞാൻ പറയുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും, ഷാഫിക്ക് ലഭിച്ചതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നത് നമ്മൾ പൊതുവെ പറഞ്ഞൊരു കാര്യമാണ്, പൊതുവെ വന്നിട്ടുള്ളൊരു വിശകലനമാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് വിജയിക്കുന്നു എന്നുള്ളത് അസാധാരണമായിട്ടുള്ളൊരു സംഗതിയല്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു സീറ്റാണത്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ E. ശ്രീധരൻ എന്ന് പറയുന്ന സർവാദരണീയനായിട്ടുള്ള ഒരു ഓൾഡ് മാൻ, അദ്ദേഹത്തിന് സാധാരണഗതിയിൽ എന്താ പറയുക, ഒരു നഗര വോട്ടർമാർ കൂടുതലുള്ളൊരു മണ്ഡലത്തിൽ, BJPക്ക് വളരെ ശക്തിയുള്ളൊരു മണ്ഡലത്തിൽ, അപ്പോൾ പോലും കോൺഗ്രസ്സാണ് 3000 വോട്ടിനാണെങ്കിലും കോൺഗ്രസ്സാണ് വിജയിച്ചത്. LDF തരംഗം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കൂടെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസ് വിജയിക്കുക എന്നുള്ളത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ നോക്കൂ, ഇപ്പം വയനാട് ഇലക്ഷൻ നടക്കുന്നു, പാലക്കാട്, ചേലക്കര. അപ്പോൾ വയനാട്ടിൽ ദേശീയ നേതാവായിട്ടുള്ള പ്രിയങ്കയാണ് മത്സരിക്കുക. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എന്താണ്? പാലക്കാട് തിരഞ്ഞെടുപ്പാണ്. കാരണം അതിൽ നിഷാദ് പറഞ്ഞ പോലെ പലതരം ഡ്രാമാസ് ഉണ്ടായിരുന്നു, ഭയങ്കരമായ സെൻസേഷണലൈസ് ചെയ്യപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. നേതാക്കന്മാർ ഏറ്റവും കൂടുതൽ തമ്പടിച്ചത് അവിടെയാണ്. മന്ത്രിമാരാണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും നേതാക്കന്മാർ ഏറ്റവും കൂടുതൽ അവിടെ തമ്പടിച്ചു. ആ നിലയ്ക്ക് കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ BJP അധികാരത്തിൽ വരും, BJP വിജയിക്കും എന്നൊരു എന്താ പറയുക, BJP വിജയിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ ഇത്തവണ BJP വലിയ പ്രചാരണ കോലാഹലങ്ങളും ഉണ്ടായിട്ടില്ല, വലിയ റാലികൾ നടത്തിയിട്ടില്ല. അതിൻ്റെ ദേശീയ നേതാക്കന്മാർ ഒരാൾ പോലും അവിടെ വന്നിട്ടില്ല. അവർ വളരെ സൈലൻ്റായിട്ടാണ് വർക്ക് ചെയ്തത്. നമുക്ക് തന്നെ അറിയാവുന്ന RSSൻ്റെ പ്രചാരകന്മാർ, പല ദേശങ്ങളിലെ ആളുകൾ അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് അവർ സാധാരണ ഇലക്ഷൻ ക്യാമ്പയിനിൽ ചെയ്യുന്ന, ഇപ്പോൾ കഴിഞ്ഞ ശ്രീധരൻ സാറ് മത്സരിക്കുന്ന സമയത്ത് വലിയ വർഗീയ പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ല. E. ശ്രീധരൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തെയാണ് അവർ സെല്ല് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളൊക്കെ വഖഫ് ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പാലക്കാട് വഖഫ് ഭൂമികൾ ഏതൊക്കെയാണ് വഖഫ് ഭൂമികളാകാൻ പോകുന്നതെന്ന് അറിയില്ല. മുനമ്പത്തെ മുൻനിർത്തി, വഖഫിനെ മുൻനിർത്തി, അങ്ങനെ പല സ്വഭാവത്തിലുള്ള വർഗീയ സ്വഭാവത്തിലുള്ള പ്രചാരണങ്ങൾ, വിഷലിപ്തമായിട്ടുള്ള പ്രചാരണങ്ങൾ ഡോർ ടു ഡോർ ക്യാമ്പയിനായിട്ട് അവിടെ പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ കേരളത്തിൽ അത് വിലപ്പോവില്ല, വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെല്ലാം വിഷപ്രചാരണങ്ങളാണ്! പാലക്കാട് മാത്രമല്ല, ഈ മുനമ്പത്തെ മുൻനിർത്തി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. എന്തെല്ലാം തരത്തിലുള്ള വിഷപ്രചാരണങ്ങൾ, വർഗീയ പ്രചാരണങ്ങൾ, ഇതെല്ലാം നടത്തിയിട്ട് BJP വീണ്ടും പിറകോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ BJPക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷം, നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ വിഷം ഇങ്ങനെ നിരന്തരം ഉൽപ്പാദിപ്പിക്കും, ഇതൊക്കെ മനുഷ്യർ കൺസ്യൂം ചെയ്ത് ആകെ കുഴപ്പത്തിലേക്ക് പോവുകയാണെന്ന്. ഇവരുണ്ടാക്കുന്ന വിഷം ഇവർ തന്നെയാണ് തിന്നുന്നത്, അത് വേറെ ആരും തിന്നുന്നില്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് അധികം തിന്നു കഴിഞ്ഞാൽ കിഡ്നി കേടാവും, ലിവർ കേടാവും. ഇതാണ് സുരേന്ദ്രൻ ടീം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഈ വിഷപ്രചാരണം കൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാം, വർഗീയത കൊണ്ട് മാത്രം
കേരളത്തിൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാം എന്ന ബി ജെ പിയുടെ സ്വപ്നത്തിനേറ്റിട്ടുള്ള തിരിച്ചടിയാണ്. പാലക്കാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. പാലക്കാട്ടെ അവിടുത്തെ ഒരു ടേക്ക് ഹോം എന്നുള്ള ബി ജെ പിക്കുള്ള ടേക്ക് ഹോമാണ്. നിങ്ങൾ ഇത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചില ഇംഗ്ലീഷ് പത്രങ്ങൾ കാര്യമായ വിശകലനങ്ങൾ, ഭയങ്കര ജേർണലിസ്റ്റിക് അനാലിസിസ് എന്ന രീതിയിൽ വന്നു. പാലക്കാട്ടെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയി, അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു സാധ്യത കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ജേർണലിസ്റ്റിക് അനാലിസിസ് ഒക്കെ വരികയാണ്. ഒരു ചുക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സുരേന്ദ്രനും ടീമും മനസ്സിലാക്കേണ്ടത് വർഗീയത കൊണ്ട് മാത്രം കേരളത്തിൽ രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാം, അല്ല രാഷ്ട്രീയമായ മുന്നേറ്റങ്ങളുണ്ടാക്കാം, വിജയങ്ങളുണ്ടാക്കാം എന്ന ധാരണ കേട്ടിട്ടുള്ള മഹാപ്രഹരമാണ് പാലക്കാട്ടത്. അതൊന്ന് മാറ്റിപ്പിടിക്കണം. ഈ രാഷ്ട്രീയം കൊണ്ട് കാര്യമില്ല, ഇത് ജനങ്ങൾ സ്വീകരിക്കില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു വോട്ടെങ്കിലും വർദ്ധിപ്പിച്ചാൽ അവർക്ക് രാഷ്ട്രീയമായൊരു നേട്ടമാണ്. കാരണം 3-ാം സ്ഥാനത്തുള്ള പാർട്ടിയാണ്. അതിനുവേണ്ടിയാണ് അവർ തുടക്കത്തിൽ ശ്രമിച്ചത്. ആ 3-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്ത് എത്താനാണ് ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നമുക്കറിയാം പലവിധ വിവാദങ്ങളിലൂടെ ഇവിടെ ഞങ്ങളും UDF-ഉം ഞങ്ങളും തമ്മിലാണ് മത്സരം, BJP-യും UDF-ഉം തമ്മിലല്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതെന്തിനാണ് വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP വിജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ പറയുന്ന മതേതര വോട്ടുകൾ BJP-ക്കെതിരെ ഏകീകരിക്കപ്പെടും. അത് തടയാൻ വേണ്ടിയാണ് അവർ ആ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അത് വിജയിച്ചില്ല. അത് ഏതെങ്കിലും നിലക്ക് അവർ വിജയിച്ചതിന് കുറച്ച് വോട്ട് അവർക്ക് വർദ്ധിപ്പിക്കാൻ പറ്റി. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയതിനേക്കാൾ സ്വല്പം വോട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അവർക്ക് ആശ്വാസമാണ്. അവർക്ക് ആ നിലക്ക് സരിനെ കൊണ്ടുവന്നതുകൊണ്ട് നഷ്ടമുണ്ടായില്ല എന്ന് പറയാം. പക്ഷേ അതേസമയം CPM കാണേണ്ട കാര്യം, അവരും പരീക്ഷിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം. പാലക്കാട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് വെച്ച് കളിച്ച ചില കളികൾ അവർ പാലക്കാട്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ മൊത്തത്തിൽ CPM എടുക്കുന്നൊരു പൊളിറ്റിക്കൽ പൊസിഷൻ, കഴിഞ്ഞ 5-6 മാസത്തെ ഗോവിന്ദൻ മാഷിൻ്റെ ബൈറ്റുകൾ നമ്മൾ മൊത്തം എടുക്കുക, ഗോവിന്ദൻ മാഷ് നൽകിയിട്ടുള്ള ബൈറ്റുകൾ മൊത്തം എടുക്കുക. അത് പരിശോധിച്ചാൽ അതിൽ അദ്ദേഹം RSS-നും BJP-ക്കും എതിരെ സംസാരിച്ച ബൈറ്റുകൾ എത്ര, ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സംസാരിച്ച ബൈറ്റുകൾ എത്ര എന്ന് നമ്മളതൊന്ന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയാണ് കൂടുതലായി സംസാരിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാം എന്ന കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിയല്ല, എവിടെയെങ്കിലും ഭരണരംഗത്തുള്ളൊരു ഒരു സംവിധാനമേ അല്ല. പക്ഷെ അദ്ദേഹം എന്തിനു വേണ്ടി ഇന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമിയുടെ വിജയമാണ്, SDP-യുടെ വിജയമാണ്. ഓഫ് കോഴ്സ് ജമാഅത്ത് ഇസ്ലാമി UDF-നാണ് പിന്തുണ കൊടുത്തത്. പക്ഷേ ഈ 3000 വോട്ടുണ്ടായിരുന്നത് 18,000 വോട്ടിലേക്കാണല്ലോ രാഹുൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ തവണ ഷാഫി വിജയിക്കുന്ന 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഷാഫിക്കായിരുന്നു. അപ്പോൾ അന്ന് 3000 വോട്ടുണ്ടായിരുന്നു 18,000 വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെയാണെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നതെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് എത്രയാണ് വർദ്ധിച്ചിരിക്കുന്നത്? അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒരു ഇമാജിനേറ്റീവ് മുസ്ലിം ഡീമൺ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക മുസ്ലിം ഭീകര സ്വത്വം അതിനെ സൃഷ്ടിക്കുക. അപ്പം അതിനെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയമാണ്. അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളേ ഉള്ളൂ. ഇവന്മാരെല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എല്ലാറ്റിനും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഒഴികെ ബാക്കി എല്ലാ അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് പിറകിലും ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു മുസ്ലിം ഡീമനെ മുൻനിർത്തി ഭൂരിപക്ഷ വികാരമുണർത്തി വോട്ട് സമാഹരിക്കാൻ പറ്റും എന്ന CPM-ൻ്റെ ആലോചനക്ക് കൂടെയായിട്ട് തിരിച്ചടിയാണ്. അത് CPM മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പണിയുണ്ടല്ലോ, ഈ മുസ്ലിം പിശാചിനെ മുൻനിർത്തി അപ്പുറത്ത് സമാഹരിക്കുക എന്ന് പറയുന്ന പണി CPM-നേക്കാൾ ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന ടീമാണ് സുരേന്ദ്രൻ്റെ ടീം എന്ന് പറയുന്നത്. അവർ കാലങ്ങളായി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഫലപ്രാപ്തിയില്ലെന്നാണ് ഓരോ തെരഞ്ഞെടുപ്പും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ പണി സുരേന്ദ്രൻ പരീക്ഷിച്ച് പരാജയപ്പെട്ട പണിയാണ് ഗോവിന്ദൻ മാഷ് എടുക്കാൻ ശ്രമിക്കുന്നത്. അതും ഉപേക്ഷിക്കണം എന്ന സന്ദേശം. അതുകൊണ്ട് അത് നമ്മുടെ സമൂഹത്തിന് വലിയ പ്രശ്നം ഉണ്ടാകുന്ന മാത്രമല്ല CPM-നും അത് നഷ്ടമായിരിക്കും എന്ന സന്ദേശം കൂടെ പാലക്കാട് നൽകുന്നുണ്ട്. രാജിംസ് പാലക്കാട് ഫലം കാണാൻ തോന്നുന്നു. പാലക്കാട്ട് ഒരത്ഭുതം ഉണ്ടാക്കുന്ന വിജയമൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഭൂരിപക്ഷത്തിന് അവർ ജയിച്ചിട്ടുണ്ട്. ഇവിടെ ദാവൂദ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വർഗീയ പ്രചാരണം. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ പാലക്കാട് പോയപ്പോൾ നേരിട്ട് എങ്ങനെയാണ് BJP-യുടെ നേതൃത്വത്തിൽ വർഗീയ പ്രചാരണം നടക്കുന്നതെന്ന്. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി ഇങ്ങനെ ഫ്ലാറ്റുകൾ കയറി വോട്ട് ചോദിക്കുന്നു, ചെറിയ കുടുംബയോഗങ്ങൾ വിളിക്കുന്നു.
പച്ചയ്ക്ക്, അതായത് ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും പറയാത്ത രീതിയിൽ പച്ചയ്ക്ക് പറയാണ്, നമ്മുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ തോൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് BJPയുടെ വോട്ടുകൾ, കോർ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് അദ്ദേഹം തോൽക്കുന്നത്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ 88% പാലക്കാട് പോൾ ചെയ്യപ്പെടുന്നു. അത് BJPയെ തോൽപ്പിക്കാനുള്ള വോട്ടാണ്. നമ്മളെന്നത് ഉദ്ദേശിക്കുന്നത് മജോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. പാലക്കാട് എന്ന് പറയുന്നത് 70% 80% മജോറിറ്റി കമ്മ്യൂണിറ്റി ഉള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ഷാഫി ജയിച്ചുകൊണ്ടിരുന്നത്. ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം നേതാവായിരിക്കെ തന്നെ 70% ഹിന്ദുക്കളുള്ളൊരു മണ്ഡലത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അത്തരം വർഗീയതകൾക്ക് സ്ഥാനമില്ലാന്ന് ഷാഫിയുടെ വിജയം തന്നെ തെളിയിക്കുന്നുണ്ട്. അവിടെയാണ് BJP പറയുന്നത് നമ്മുടെ വോട്ട് പോൾ ചെയ്താൽ നമ്മൾ ജയിക്കുമെന്നുള്ളത്. ഇത് രണ്ടർത്ഥത്തിലും വായിക്കാം. ഒന്ന്, BJPക്കാർ തന്നെ BJPക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നൊരു പരാതി BJPക്ക് തന്നെ ഉണ്ട്. എന്നോടൊരു BJP നേതാവ് സ്വകാര്യ പറഞ്ഞത്, ഇപ്പം പുറത്തു വരുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ, എന്താണ് രാമേശ്വരത്ത് ടൂർ പോയ കാര്യം. ഈ വോട്ട് ദിവസത്തിന് അന്ന് ടൂർ പോകുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ പാർട്ടിക്കാർക്കുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട നേതാവ് എന്നോട് പറഞ്ഞു. അതെന്താ അങ്ങനെ പോകുന്നത്? അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, എല്ലാ പ്രാവശ്യവും ഒരാൾക്ക് തന്നെ വോട്ട് ചെയ്ത ആൾക്കാരെങ്കിലും ബോറടിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, BJP നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ജയിക്കാനല്ല, ഈ വോട്ടല്ല നോട്ടാണ് കാര്യം എന്ന് പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിൻ്റെ ഒരു നല്ല ബിസിനസ്സായിട്ടാണ് BJP നേതാക്കൾ കാണുന്നതെന്നാണ് BJP ഇൻസൈഡേഴ്സ് പറയുന്നത്. ഫണ്ട്, വലിയ തോതിലുള്ള ഫണ്ട് വരുന്നു, അവർക്ക് എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അത്രയും പണം ഉണ്ടാക്കാൻ കഴിയും. ഇത് ഈ KJP എന്ന് വിളിച്ച് BJP ആക്ഷേപിക്കുന്ന BJP പ്രവർത്തകരിൽ തന്നെയുള്ളൊരു പ്രശ്നമാണത്. ഇവരൊക്കെ പൈസ ഉണ്ടാക്കാൻ നടക്കുന്നതാണ്. ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് താല്പര്യമില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ള ലക്ഷ്യം, അവരിങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് കാശുണ്ടാക്കുകയാണ് എന്നൊരു ഫീൽ പൊതുവെ BJPക്കാർക്കുണ്ട്. അത് പാലക്കാട് സവിശേഷമായുണ്ട്. പാലക്കാട് പല BJP നേതാക്കളും, ഞാൻ പേര് പറയുന്നില്ല, പല BJP നേതാക്കളും സൈക്കിള് ചവിട്ടി നടന്നിരുന്ന നേതാവ് ഇന്ന് പല കമ്പനികളുടെ ഡയറക്ടറാണ്. അവർ വേറെ ഒരു ജോലിയും ചെയ്തിട്ടല്ല പൈസ ഉണ്ടാക്കുന്നത്, അവർ രാഷ്ട്രീയം കളിച്ച് മാത്രമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാതെ രാഷ്ട്രീയം കളിച്ച് മാത്രം പണം ഉണ്ടാക്കുന്ന കുറേയധികം BJP നേതാക്കൾ പാലക്കാടുണ്ട് എന്ന് പാലക്കാട്ടെ BJP പ്രവർത്തകർ തന്നെ അറിയാം. അപ്പോൾ അവർ ഈ BJPയെ സീരിയസ് ആയിട്ട് കാണുന്നില്ല. BJPക്ക് വോട്ട് ചെയ്യാൻ ഒരുപക്ഷെ അതർവൈസ് മോദിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഈ കേരളത്തിലെ BJPക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇത് ഒരു വലിയ ചലഞ്ചാണ് BJPയുടെ. ആ BJPയുടെ വോട്ട് കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം BJP വോട്ട് ബാങ്കിനകത്തുണ്ടായ ഒരുതരം ഫാറ്റിഗാണ്. അവർക്ക് മടുപ്പാണ്. ഇവർക്ക് വോട്ട് ചെയ്യാൻ തന്നെ അവർക്ക് ഇഷ്ടമല്ല, അവർ മടുപ്പാണ്. അതുകൊണ്ടാണ് BJPയുടെ വോട്ട് കുറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, 2011 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനോട് NN കൃഷ്ണദാസ് 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട്. ഈ കഴിഞ്ഞ 10 വർഷത്തിൽ, അല്ലെങ്കിൽ 10-13 വർഷത്തിനിടയിൽ എങ്ങനെയാണ് CPMന്റെ വോട്ട് കുറഞ്ഞതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഈ വോട്ട് എങ്ങോട്ടാണ് പോയത്? CPMന്റെ വോട്ട് കുറഞ്ഞിട്ട് അവരെങ്ങനെ 3ാം സ്ഥാനത്തായി? ഇപ്പോൾ സരിൻ നില മെച്ചപ്പെടുത്തിയെന്ന് ദാവൂദ് സാഹിബ് പറഞ്ഞു. എന്ത് നില മെച്ചപ്പെടുത്തിയെന്നാണ് പറയുന്നത്? വോട്ടിച്ചിരി കൂടി. ഏത് വോട്ടാ കൂടിയത്? പ്രമോദിന് കിട്ടിയ വോട്ടിന്റെ 700 വോട്ട് കൂടുതൽ കിട്ടിയെന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ്? NN കൃഷ്ണദാസ് 2ാം സ്ഥാനത്തുണ്ടായിരുന്നിടത്ത് നിന്ന് 25% വന്ന ആ സമയം ഈ ശ്രീധരനെതിരെ മത്സരിച്ചപ്പോൾ ഉണ്ടായ വോട്ടിനേക്കാൾ 700 വോട്ട് കൂടിയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് CPM നേരത്തെ ആലോചിച്ചിരുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, അവരെ നിർത്തി ചിലപ്പോൾ ഇതിലും മികച്ച മുന്നിട്ടുണ്ടാകാൻ കഴിയുമായിരുന്നു. ഇത് സരിന്റെ സ്ഥാനാർത്ഥി കൊണ്ട് എന്തോ ഒരു മുഖം രക്ഷിച്ചു എന്ന് പറയുന്നത്, സരിന്റെ സ്ഥാനാർത്ഥി കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല കുറേ ചീത്തപ്പേരാണ് ഇപ്പോൾ CPM ഉണ്ടായിട്ടുള്ളത്. 700 വോട്ടിന് വേണ്ടിയാണോ സരിന് വേണ്ടി ഇത്രയും പ്രചാരണം നടത്തിയത്? ഇത്രയും സ്വന്തം വില കളഞ്ഞു പോലും പ്രചാരണത്തിൽ ഏർപ്പെട്ടത്? ഏതൊക്കെ തരത്തിലാണ്? ഒരു ഞങ്ങളുടെ പ്രധാന ശത്രു UDF ആണെന്ന തരത്തിലേക്ക് വരുന്നതോടുകൂടി CPMന്റെ വേറൊരു തരത്തിൽ രാഷ്ട്രീയ അടിത്തറ തകരുകയാണ് അവിടെ ചെയ്യുന്നത്. ഞങ്ങൾ BJP അല്ല എതിർക്കുന്നത്, UDFനെ എതിർക്കുകയാണെന്ന് പറഞ്ഞ് സരിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ CPM ഇതുവരെ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് റദ്ദ് ചെയ്യപ്പെടുകയാണ്. അത് എന്തിനു വേണ്ടിയാണ്? 2ാം സ്ഥാനത്തെങ്കിലും എത്തുവാൻ വേണ്ടിയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? 2021 700 വോട്ട് കൂടുതൽ കിട്ടി. ഈ 700 വോട്ട് കൂടുതൽ കിട്ടിയതാണ് സരിന്റെ സ്ഥാനാർത്ഥി കൊണ്ട് ഇവർക്കുണ്ടായ നേട്ടം. അത് വേറെ തരത്തിൽ ഞാൻ വിചാരിക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ അതിന് മറുപടി പറയേണ്ടി വരുന്നതാണ്. പാർട്ടി തന്നെ മറുപടി പറയേണ്ടി വരും. എന്തിനാണ് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത്? ആ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് പാർട്ടിക്ക് മുന്നണിക്ക് ഉണ്ടായ ഗുണം എന്താണ്? എന്ത് ഗുണം ഉണ്ടായത്? ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അപ്പോൾ പോയ വോട്ട് എങ്ങോട്ടാണ് പോയത് എന്ന് കണ്ടെത്തുകയും ആ വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രക്രിയ എന്ന നിലയിൽ നടത്തുകയും ആ വോട്ട് തിരിച്ചു പിടിക്കുകയും ചെയ്തതിന് പകരം എന്താണ് ശരിക്കും ചെയ്തത്? ഇപ്പോൾ സരിന് കൂടുതൽ കിട്ടിയെന്ന് കരുതപ്പെടുന്ന വോട്ടുകൾ, അതിൻ്റെ പൂർണ്ണമായൊരു വിശകലനം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഈ ശ്രീധരന് വോട്ട് ചെയ്തതിന് ചില ആളുകൾ ഒരു ടെക്നോക്രാറ്റ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ സരിന് വോട്ട് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ഒരു 700 വോട്ട് കൂടുതൽ കിട്ടി. അതിൽ ആ 700 പേരെ സരിന് വോട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ ശ്രീധരൻ 50,000-ലധികം വോട്ട് പിടിച്ച ഒരു മണ്ഡലത്തിൽ 700 പേർ മാത്രമാണ് ആ വോട്ട് ഇവിടെ ചെയ്തിട്ടുള്ളൂ. ബാക്കി വോട്ട് പോയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിലും രാഹുൽ ലീഡ് ചെയ്യുന്നു. അതുപോലെ പിരായിരിയിലും ലീഡ് ചെയ്യുന്നു. ഇത് ഒരു തരത്തിലും CPMന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല
പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്കകത്ത് കൂടുതൽ സ്ക്രൂട്ടിനി ചെയ്യപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM എടുത്തൊരു തന്ത്രം, സ്ഥാനാർത്ഥി നിർണ്ണയം മുതലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം പാളി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഈ മുനമ്പം വിഷയം പരിഹരിക്കാതെ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം പരിഹരിച്ചാൽ മതിയെന്ന് സർക്കാർ എടുത്ത തീരുമാനം, അത് ഈ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം വഖഫ് ഭൂമിയായിരുന്നു, മുനമ്പം വിഷയമായിരുന്നു എന്ന് വരുമ്പോൾ അത് BJP മാത്രമല്ല അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ഒരാൾ രാഷ്ട്രീയ നേതാവും ഒരു സമുദായ നേതാവും. ആരാണ് രാഷ്ട്രീയ നേതാവ്? അബ്ദുൽ അസീസ്, INLൻ്റെ അബ്ദുൽ അസീസും മുക്കം ഉമർ ഫൈസിയും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പരസ്യമായി, ഈ അബ്ദുൽ അസീസിൻ്റെ എത്രയോ വീഡിയോകളുണ്ട്. ഇപ്പോൾ ഡൂൾ ന്യൂസുമായി നടത്തിയിട്ടുള്ള ഒരു അഭിമുഖം പോലത്തെ ഒരു വീഡിയോ ഉണ്ട് 1/2 മണിക്കൂർ. അത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം വന്നാണ്. ഇത് വഖഫ് ഭൂമിയാണ്, തിരിച്ചു പിടിച്ചേ പറ്റുമെന്ന് വാദിക്കുന്നു. അതേ വർത്താനം തന്നെ മുക്കം ഉമർ ഫൈസിയും പറയുന്നു. ഇവർ രണ്ടുപേരുടെയും രാഷ്ട്രീയ നിലപാട് എവിടെയാണ്? അത് LDFനൊപ്പമാണ്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? അപ്പോൾ മുനമ്പം വിഷയം കുറേ കൂടി കത്തിച്ച് നിർത്തണം, അത് പരിഹരിക്കപ്പെടാതെ കത്തിച്ച് നിർത്തണമെന്ന് BJP മാത്രമല്ല ആഗ്രഹിച്ചത്, CPM കൂടിയാണ്. അല്ലെങ്കിൽ അബ്ദുൽ അസീസിനോട് പറയാലോ, വാ തുറക്കരുതെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമോ അബ്ദുൽ അസീസ്? മുക്കം ഉമർ ഫൈസ് കേൾക്കാതിരിക്കുമോ പിണറായി വിജയൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്? അപ്പോൾ ആ മുനമ്പം വിഷയത്തിൻ്റെ ഡിവിഡൻഡ് തങ്ങൾക്കും കിട്ടണമെന്ന് മനസ്സാൽ CPM ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം, സർവകക്ഷി യോഗമല്ല, ഉന്നതതല യോഗം നടത്തിയിട്ടാണ് തീരുമാനമെടുത്തത്. ആരെയും കുടിയിറക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം, ഈ വോട്ടിങ്ങിന് ശേഷമാണ് ആ തീരുമാനം വരുന്നത്. വോട്ടിംഗ് നടന്നതിന് ശേഷമാണ് ഈ തീരുമാനം വരുന്നത്, അവിടെ നിന്ന് ആരെയും കുടിയിറക്കില്ല എന്ന്. ഈ അവിടെ നിന്ന് ആരെയും കുടിയിറക്കില്ല എന്നൊരു ഉന്നതതല യോഗം വിളിച്ച് സർക്കാരിന് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പറയാൻ എന്തായിരുന്നു താമസം? അപ്പോൾ ഈ വിഷയം അവിടെ കത്തിക്കാൻ LDFും സർക്കാരും ആഗ്രഹിച്ചിട്ടുണ്ട് പാലക്കാട്. അത് പാലക്കാട്ടെ ജനങ്ങളെ ശരിക്കും സല്യൂട്ട് ചെയ്യണം. ആ വിഷയം തള്ളിക്കളഞ്ഞു മാത്രമല്ല, അതിൻ്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ, അവിടെ വളരെ ഗ്രാനുലാർ മൈനോറിറ്റി എന്ന് പറയാവുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് പാലക്കാട്. അവർ സ്വാഭാവികമായാലും ബഹുഭൂരിഭാഗം പേരും ഒരു 4000 വോട്ടുണ്ടെങ്കിൽ ഒരു 3000 വോട്ട് UDF ചെയ്യുന്നതാണ്. ആ വോട്ട് തടയുക എന്നുള്ളതായിരുന്നു ഈ പ്രചാരണത്തിൻ്റെ ലക്ഷ്യം. ആ വോട്ട് തടഞ്ഞാൽ പോലും അത് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരുന്നു UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്. പക്ഷേ അവർ എന്ത് ചെയ്തില്ല, അവരത്തരം കുപ്രചരണങ്ങൾ വഴങ്ങിയില്ല. മാത്രമല്ല, അവർ സാധാരണ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്തു, അതാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഇത് ഈ ഉപതെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല, ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി ഇംപ്ലിക്കേഷനുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് തടയിടുകയാണ് പാലക്കാട്ട് വോട്ടർമാർ ചെയ്തത്. ഒരു വർഗീയ പ്രചാരണത്തിലുമല്ല, രാഷ്ട്രീയമായി വോട്ട് ചെയ്യുക, വർഗീയതയ്ക്കല്ല രാഷ്ട്രീയമായി വോട്ട് ചെയ്യുക എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ UDFൻ്റെ തന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ UDF ഷാഫിയുടെ സ്ഥാനാർത്ഥി വന്നു, ഷാഫിയുടെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ. അവിടുത്തെ കുറേ എന്തൊക്കെയോ തർക്കങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏത് കാലത്താണ് ഇങ്ങനെ പ്രശ്നങ്ങളില്ലാത്തത്? ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ല അച്ചടക്കത്തോടെ നടന്നൊരു ഉപതെരഞ്ഞെടുപ്പാണ് ഇതെന്നാണ്. വളരെ മികച്ച അച്ചടക്കത്തിൽ നടന്നൊരു ഉപതെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൻ്റെ ഇത് നോക്കുമ്പോൾ സത്യം, പോസ്റ്റ് ഈ TN പ്രതാപനെ തൃശ്ശൂരിൽ മതിലെഴുതിയതിന് ശേഷമല്ല പിൻവലിച്ചത്. അങ്ങനെ മതിലെഴുതിയതിന് ശേഷമൊന്നുമല്ല ഇവിടെ പിൻവലിച്ചത്. അതിനപ്പുറം കുറേ കൂടി അച്ചടക്കമുള്ളൊരു സ്ഥാനാർത്ഥി നിർണ്ണയവും ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടന്നിട്ടുണ്ട്. ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഏപ്രിൽ തൊട്ട്. ഷാഫി വടകരയ്ക്ക് പോയപ്പോൾ മുതൽ തന്നെ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. പുതിയ വോട്ട് ചേർക്കാനും അതുപോലെ ഡോർ ടു ഡോർ ക്യാമ്പയിനും കോൺഗ്രസ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട്ട് നടന്നത് വളരെ അച്ചടക്കമുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാണ്. അതല്ലാതെ അതിനകത്തുള്ള പ്രശ്നങ്ങൾ തന്നെ അതിൽ പലതും ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന കുറച്ച് ആളുകൾ. ഇപ്പോൾ സരിൻ്റെ വിഷയം നമുക്ക് മനസ്സിലാക്കാം. സരിൻ പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം അദ്ദേഹം തുറന്നു പറഞ്ഞെങ്കിൽ നടപ്പായില്ല. അതിന് പകരം ഒന്ന് വന്നപ്പോൾ അദ്ദേഹം മുന്നണി വിട്ട് പുറത്തിറങ്ങി. അതിനുശേഷം കുറേ അധികം ആളുകൾ വാർത്താ സമ്മേളനമായിട്ട് വന്നല്ലോ UDFൽ. അവരുടെയൊക്കെ പേര് തന്നെ പലരും പുതിയരം കേൾക്കുന്ന ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ അവർ മുമ്പ് പ്രവർത്തിച്ചിരുന്നു, പിന്നീട് സൈലൻ്റായ ആൾക്കാരാണ് പുറത്തു വന്നത്. ഞങ്ങൾ എതിർപ്പ് കൊണ്ടുവരുന്നു, അതുവഴി കുറേ വോട്ട് തടയാം UDFൻ്റെതെന്ന് കരുതുന്നു. അപ്പോൾ ഇതിപ്പോൾ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. എങ്കിൽ പോലും കോൺഗ്രസ്സിലെ എന്തൊക്കെയോ ശൈഥില്യങ്ങൾ മൂലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോട്ട് കുറയും, അത് തകരും എന്ന് വിചാരിക്കുന്നതിലൊരു കാര്യമില്ല. അവിടെ യഥാർത്ഥത്തിൽ തളർന്നിട്ടുള്ളത് BJP-യാണ്. BJP-യുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് BJP പരിഹരിക്കേണ്ട പ്രശ്നമാണ്. കാരണം ഈ എലക്ഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ആക്കുന്ന BJP നേതാക്കൾക്ക് ചെവിക്ക് പിടിച്ചില്ലെങ്കിൽ BJPക്ക് ഇനിയും അവിടെ തിരിച്ചടിയുണ്ടാവും. മാത്രവുമല്ല, ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് ഈ വലിയ മുന്നേറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. 4000 വോട്ടിൻ്റെ ലീഡ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുണ്ട് എന്നുള്ളത് BJP അലർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് വലിയ തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാവും. തെരഞ്ഞെടുപ്പ് വിജയത്തിന് വർഗീയത മാത്രം ഒരു ഉപാധിയാക്കാൻ ആരൊക്കെ ആഗ്രഹിച്ചോ അവരെയെല്ലാം ജനം വളരെ ഉന്നതമായ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യം കൊണ്ട് തിരുത്തി എന്നത് കൂടി പാലക്കാട്ടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ടേക്ക് ഹോമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചനയായിട്ട് രാഷ്ട്രീയ സന്ദേശമായിട്ട് എടുക്കേണ്ടതുണ്ട്. ആരൊക്കെ ആയാലും എടുക്കേണ്ടതുണ്ട്.